ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കേ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം. ഈ സാധനം അറിയാമോ? മാക്രോണി, പാസ്ത എന്നും പറയും. അതിൽ ചേർക്കാൻ ചിക്കൻ വേണം, വെജിറ്റബിൾസ് വേണം. ചിക്കൻ നമ്മൾ കുക്കറിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, നമ്മളല്ലാതെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ചിക്കൻ പുഴുങ്ങിയെടുത്ത് മാറ്റി വയ്ക്കണം. ഈ മാക്രോണിയിൽ പാസ്ത എന്ന് പറയുന്നതിന് അതിന് ചേർക്കാൻ ഒരു മസാല സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അത് ഞാൻ കാണിച്ചത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, വെജിറ്റബിൾസ് വേണം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, സവോള, മല്ലിയില എല്ലാം വേണം. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് ആ പാസ്ത നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ വേവിച്ചത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പാസ്ത ഊറ്റി വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ബട്ടർ വേണം ഇടാനുള്ളത്. ബട്ടറിനകത്ത് ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം അതിനകത്തിട്ട് വഴറ്റണം. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെ ഇടാം, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ കൂടുതൽ കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം. കളറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് കളർഫുള്ളാണല്ലോ വെജിറ്റബിൾസ് എല്ലാം. അതെല്ലാം കൂടിയിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ മാക്രോണി മസാല ഉണ്ടല്ലോ, പാസ്തയിലിടുന്ന മസാല, മാക്രോണി മസാല എന്നാണ് അതിന് പറയുന്നത്. അത് ഇതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചത് അതും ചേർക്കണം. തക്കാളി ലാസ്റ്റ് ചേർത്താൽ മതി, വെന്തങ്ങ് ഉടയണ്ട. അത് കഴിഞ്ഞ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിനകത്ത് മിക്സ് ചെയ്യണം. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മല്ലിയിലയാണ്. മല്ലിയില ഇടാവും, കറിവേപ്പില ഇടാൻ പാടില്ല. എൻ്റെ ഹൈലൈറ്റ് അതാണ്. അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ പാസ്ത റെഡി.